Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? പഠിക്കാൻ പറ്റണ്ട? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഏതെടുത്തോണ്ടിരിക്കുന്നത്? മോണിറ്ററിങ് ആൻഡ് ഇംപ്രൂവിങ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അതിലെ പേജ് നമ്പർ ഒന്ന് പറയോ? ഇനി അറിയാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പേജ് നമ്പർ ഒന്ന് പറഞ്ഞേ. ലാസ്റ്റ് പേജ് നമ്പർ പറഞ്ഞാൽ മതി. ലാസ്റ്റ് ഏതാ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ ലാസ്റ്റ് പോയിന്റ് ആണല്ലോ. ലാസ്റ്റ് 3 പോയിന്റ് ആണ് അതിൽ പറയാനുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഡിക്രീസ് വെയിറ്റ് ടൈം അല്ലെ? വെയിറ്റിംഗ് ടൈം ഡിക്രീസ് ചെയ്യാനായിട്ട് decrease the amount of the time that patients spend in waiting rooms. Plan to get rid of time spent traveling to and from appointments, removing stress and attendance barriers for many patients. Patient registration paperwork also contributes to longer wait times. Hospitals can use a secure online program to let the patient complete and submit their registration paperwork before their appointments, further reducing time spent in the waiting room. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, വെയിറ്റ് നല്ല രീതിയിൽ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ വെയിറ്റിംഗ് ടൈംസ് എന്ത് ചെയ്യാ? ഡിക്രീസ് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ എന്താണ്, പേഷ്യൻസിന് കൂടുതൽ ദേഷ്യം വരും അല്ലെ? ചിലപ്പോ എന്താണ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കുന്നത് നമ്മള് ക്യൂവില് നിന്ന് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ കൂടുതൽ നേരം വരും. അപ്പൊ ചില പേഷ്യൻസിനൊക്കെ വേറെ സ്ഥലത്തൊക്കെ പോകേണ്ടതുണ്ടെങ്കിൽ എന്താണ്, ബുദ്ധിമുട്ടാണ്. അതുപോലെ എന്താണ്, അവര് സ്ട്രെസ് റിമൂവിങ് സ്ട്രെസ് അല്ലെ? സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഡോക്ടർ പറയാണ് നിങ്ങൾ എന്താണ് MRI CT സ്കാൻ ഒക്കെ എടുത്തിട്ട് വരിക. അപ്പൊ അതിന്റെ റിസൾട്ട് കാണിക്കാനായിട്ട് നമ്മൾ എന്താണ് അപ്പോയിന്റ്മെന്റ്സ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. എന്തായിരിക്കും റിസൾട്ട്? ഡോക്ടർ എന്ത് പറയും അല്ലെ? സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പൊ ആ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെന്താണ് അറ്റൻഡൻസ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ചില ആളുകള് അപ്പോയിന്റ്മെന്റ് എടുത്ത് അപ്പൊ എന്താണ് കൂടുതൽ ചിലപ്പോ 60 അല്ലെങ്കിൽ 70 ഒക്കെ നമ്പർ ആയിരിക്കും നമ്മുടെ. അപ്പൊ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് വിചാരിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി വരും. അല്ലെങ്കിൽ എന്താണ് വേറെ വല്ല സ്ഥലത്തൊക്കെ പോയിട്ട് ചിലപ്പോ ഡോക്ടറെ കാണാന്ന് പറഞ്ഞിട്ടിരിക്കും. അപ്പൊ എന്താണ്, ഇവിടെ വിളിക്കുമ്പോ ആളെ കാണാനായിട്ട് പറ്റില്ല അല്ലെ? പിന്നെ നമ്പർ 60 വിളിക്കുമ്പോ എന്താണ്, ചിലപ്പോ ആളുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ കാരണങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് വെയിറ്റിംഗ് ടൈം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, പിന്നെന്താണ്, പേഷ്യന്റ് രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ലോങ്ങർ വെയിറ്റ് ടൈംസ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി ചെയ്യും. എന്താണ്, പേപ്പർ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ ടൈം പിടിക്കും അല്ലെ? പേഷ്യന്റ് രജിസ്ട്രേഷൻ പേപ്പർ വർക്കിലൂടെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് കൂടുതൽ ടൈം പിടിക്കും. ഇപ്പൊ എന്താണ്, എങ്ങനെയാ ചെയ്യുന്നത്? അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴിയാണ് അല്ലെ? ഓൺലൈൻ വഴി ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. അത് അവരുടെ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? വായിച്ചു നോക്കിയേ. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ നിങ്ങൾക്ക്? പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? 1 മിനിറ്റ് കേട്ടോ, നമ്മളൊന്ന് വായിച്ചു നോക്കാം.
വായിച്ചു നോക്കിയോ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ അല്ലെ. പേഷ്യന്റിനെ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട്, പേഷ്യന്റ് ആണ് ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് കെയർ കൊടുക്കണം. ഓക്കെ, പേഷ്യൻസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് should be at core of everything the hospital and the staff do. Patient focused care considers the patient's values and individual preference as well as their health requirements, education and technological updates, and streamline their experience. Do not donate to patient-focused care, eventually improving the patient experience and the patient satisfaction scores. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലേ, പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിലെ പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടതായിട്ടുള്ള, അപ്പൊ ഹോസ്പിറ്റലായാലും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായാലും അവരുടെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന്റെ ഹെൽത്ത്, അതുപോലെ തന്നെ അവരുടെ വെൽബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഈ പേഷ്യൻസിന്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യിപ്പിച്ചാൽ മാത്രമാണ് അവരിൽ നിന്നുള്ള എക്സ്പീരിയൻസ് അല്ലെ, ഫീഡ്ബാക്കുകൾ നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കെയർ വേണം അവർക്ക് കൊടുക്കാനായിട്ട്. ഇപ്പോ എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, ഡോക്ടേഴ്സിനെ, പേഷ്യന്റ് ഡോക്ടേഴ്സിന്റെ അടുത്ത് വരുമ്പോ അവരെ പേര് ചൊല്ലി വിളിക്കാം അല്ലെ. പേര് ചൊല്ലി സുഷ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കൊരു നല്ല ഫീലിംഗ് ആണ് അല്ലെ കിട്ടുന്നത്, ഗുഡ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതുപോലെ പേഷ്യൻസ് സംസാരിക്കുമ്പോൾ അവരോട് ഐ കോണ്ടാക്ട് വെക്കും അല്ലെ. അല്ലെങ്കിൽ എന്താണ്, ചാർട്ട് അവിടെ തൂക്കിയെടുക്കുന്ന ചാർട്ടില് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? നമുക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ, അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കിയിട്ട് ഐ കോണ്ടാക്ട്, നല്ല രീതിയിലുള്ള ഐ കോണ്ടാക്ട് കൊടുത്ത് സംസാരിക്കണം. അതുപോലെ അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ നീഡ് എന്തൊക്കെയാണ്, അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറാനായിട്ട് നോക്കാം. നല്ല ബിഹേവിയറോട് കൂടിയിട്ട് പെരുമാറാം. ഓക്കെ, അതുപോലെ എന്താണ്, എഡ്യൂക്കേഷൻ അവയർനെസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പേഷ്യൻസിന്. നല്ല രീതിയിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളതിന്റെ എഡ്യൂക്കേഷൻ അവയർനെസ് നല്ല രീതിയിൽ കൊടുക്കാം. അതുപോലെ ഇങ്ങനെയുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഓൺലൈൻ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ആയിട്ട് ചെയ്യുമ്പോൾ അല്ലെ, പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ ആഡ് ചെയ്യുന്നത് വഴി എന്താണ്, കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത്. പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം ഇവിടെ കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു കെയർ വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി എന്താണ്, എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. എന്താണ്, ഹെൽത്ത് കെയർ പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റംസ് ആർ കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ്. To keep pace, health care professionals require access to vast continuing education courses that expand their knowledge base and improve their ability to provide health quality care. With the right skill sets, practitioners can help increase patient satisfaction scores. എന്താ പറയുന്നത്? ഇപ്പോ ഇന്നത്തെ പോലെ അല്ലെങ്കിൽ എന്താണ്, പണ്ട് കാലങ്ങളിലൊന്നും കീ ഹോൾ സർജറി ഉണ്ടായിരുന്നോ? ഇപ്പോഴല്ലേ ടെക്നോളജികളൊക്കെ അപ്ഡേറ്റ് ആയി തുടങ്ങിയത് അല്ലേ? ഇല്ല, പണ്ട് കാലങ്ങളിലൊന്നും കീ ഹോൾ സർജറി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താണ്, ആരോഗ്യ പരിചരണ മേഖല കൂടുതൽ വികസിച്ചു വരികയാണ്, ഡെവലപ്പ് ചെയ്തു വരികയാണ് അല്ലെ. ഓക്കെ, പിന്നെന്താണ്, ഇപ്പൊ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് കൊടുക്കുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് ഉണ്ട് അല്ലെ. നമ്മള് എന്താണ്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കാം, വർക്ക്ഷോപ്പുകൾ കൊടുക്കാം, പുതിയ പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ എന്താണ്, അവരുടെ സ്കിൽസ്, എബിലിറ്റീസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി അവിടുത്തെ സ്റ്റാഫുകള് പേഷ്യൻസിനോട് പെരുമാറുന്നത് അല്ലെ
നല്ല രീതിയിൽ പെരുമാറാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇപ്പോ ഡോക്ടേഴ്സിനൊക്കെ എന്താണ് പുതിയ പുതിയ ടെക്നോളജീസും അവർക്ക് കൊടുക്കുന്ന പ്രാക്ടീസിലൂടെയും എന്താണ് ഒരു രോഗി ഒരു ലക്ഷണങ്ങൾ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആ രോഗിക്ക് ഇന്നതാണ് അസുഖം എന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു പഠനത്തിലൂടെ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഒക്കെയാണോ? ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഇത് എന്തായിരുന്നു? ബെനഫിറ്റ്സ് ആയിരുന്നില്ലേ? ആണോ? ഓർമ്മയുണ്ടോ? ഓക്കെ. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, നീ നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ എന്താണെന്നുള്ളത്. നെക്സ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, ചാപ്റ്റർ എത്രയാണെന്ന് പറയോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് ചാപ്റ്റർ, പേജ് നമ്പർ ചാപ്റ്റർ 49, പേജ് നമ്പർ എത്രയാ? ചാപ്റ്റർ 49 എടുക്കാട്ടെ എല്ലാവരും. ഓക്കെ, പേജ് നമ്പർ 29. സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 49 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. Hospital information system provides a general source of information about the patient's health history and doctor's scheduling time. The system must keep the data in a secure place and control who can get the data in certain situations. അപ്പോ ഈ HIS എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. HIS ന്റെ എക്സ്പാൻഡ് ഫോം ചോദിച്ചാൽ എന്ത് എഴുതും? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോ ഈ HIS എന്നത് എന്താണ്? ഒരു ജനറൽ സോഴ്സ് ആണെന്നാണ് പറയുന്നത്. ഒരു ജനറൽ സോഴ്സ് ആണ്. ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ് HIS എന്ന് പറഞ്ഞാല്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും, ഹെൽത്ത് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ് ടൈം ഒക്കെ എന്തിലുണ്ടാവും? ഈ HIS ഉണ്ടാവും. അപ്പോ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് HIS എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ, ഇതുവഴിയാണ് ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഒക്കെയാണോ? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും പേഷ്യന്റിന്റെ ആവണോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടാവും? ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഓക്കെ, കിട്ടിയില്ലേ ഇൻട്രൊഡക്ഷൻ? ഫസ്റ്റ് പാരഗ്രാഫ്. ഇനി നോക്കിയേ സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയേ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. HIS പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, HMS. എക്സ്പാൻഡ് HMS എന്ന് ചോദിച്ചാല് ഇത് എഴുതണം കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം is a computerized system that helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital. With the help of hospital management information system, health providers can concentrate more on providing quality health care to the patient. എന്താ പറയുന്നത്? HIS പറയുന്ന മറ്റൊരു പേരാണ്
HMS, Hospital Management Information System. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഇത് എന്തൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്? ക്ലിനിക്കല്, അതുപോലെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ളത്, ലബോറട്ടറി സംബന്ധമായിട്ടുള്ളത്, ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കല്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ആരാണ്? ഈ HIS ആണ്, അല്ലെങ്കിൽ HMS ആണ്. ഇനി എന്താ പറയുന്നത്? ഒരു സോഫ്റ്റ്വെയർ, ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഡോക്ടേഴ്സിനായാലും സ്റ്റാഫിനായാലും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. നല്ല രീതിയിൽ ഡോക്ടേഴ്സിനായാലും നഴ്സുമാർക്കായാലും ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള സർവീസ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. മനസ്സിലായോ? സെക്കൻഡ് പാരഗ്രാഫ്, രണ്ട് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നുകൂടി മിസ് പറയാം കേട്ടോ. ഇത്തിരി മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എല്ലാ പാരഗ്രാഫിലും ഇങ്ങനെ ഇത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പഠിച്ചില്ലേ, അതുപോലെ തന്നെയുള്ള ഒരു ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ കേട്ടോ. ഒന്നുകൂടി മിസ് പറയാം രണ്ട് പാരഗ്രാഫിന്റെ കാര്യങ്ങൾ. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇതൊരു ജനറൽ സോഴ്സ് ആണെന്ന് പറഞ്ഞല്ലേ. ഹോസ്പിറ്റൽസിൽ ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ് ഇത് HIS എന്ന് പറയുന്നത്. അതുപോലെ ഹോസ്പിറ്റലിന്റെ ഡാറ്റയുടെ പ്രവർത്തനങ്ങള് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ HIS വഴിയാണ്. ഇനി എന്താണ്? ഈ HIS-ല് പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററീസ്, ഹെൽത്ത് പരമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ്, ഡോക്ടറെ ആരെ കാണണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ് ടൈമുകളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും, ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ എന്താണ്? HIS-ന്റെ മറ്റൊരു പേരാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഇത് എന്തൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്? ക്ലിനിക്കൽ, ഫിനാൻഷ്യൽ, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇതിലെല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലില് നഴ്സുമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും അല്ലെ. അവർക്ക് നല്ല രീതിയിൽ ക്വാളിറ്റിയോടെയുള്ള സർവീസ് നൽകുന്നതിന് ഈ സോഫ്റ്റ്വെയർ സഹായകമാണ്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ ആണോ? രണ്ട് പാരഗ്രാഫും ഓക്കെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. A hospital information system helps healthcare providers in designing their operations, including managing patient health records. ഏതൊക്കെയാണ് patient health records ആയിട്ട് വരുന്നത്? EMR എന്ന് പറഞ്ഞാൽ എന്താണ്? EMR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, EMR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇനി EHR എന്താണ്? സോറി കേട്ടോ,
EMR എന്ന് പറഞ്ഞാല് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡാണ് കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. EHR ആണ് എന്ത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ. അപ്പോ EMR-ഉം EHR-ഉം എന്താണ്? ഒരു ഡിജിറ്റൽ റെക്കോർഡ്സ് ആണ് അല്ലെ? ഡിജിറ്റൽ റെക്കോർഡ്സ് ആണ്. ഇത് മാനേജ് ചെയ്യുന്നത് ആരാണ്? ഇൻഫർമേഷൻ അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സും. ഓക്കെ, ഇതെന്താണ്? ഒരു ഡിജിറ്റൽ റെക്കോർഡ്സ് ആണ് രണ്ടും. അപ്പോ EMR-നെ തന്നെ പറയുന്നതാണ് EHR കേട്ടോ. രണ്ടും എന്താണ്? ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആണ്. ഇത് മാനേജ് ചെയ്യുന്നത് ആരാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. പിന്നെ എന്താണ്? അപ്പോയിന്റ്മെന്റ്സ്, ബില്ലിംഗ്, ഡയഗ്നോസിസ് ആൻഡ് മച്ച് മോർ. കൂടാതെ എന്താണ്? അപ്പോയിന്റ്മെന്റ്സിന്റെ കാര്യങ്ങൾ, രോഗികൾക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമല്ലോ, അപ്പൊ അതിന്റെ കാര്യങ്ങള്, ബില്ലിങ്, അതുപോലെ രോഗനിർണയം, ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് എന്തിലൂടെയാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് ഇതിലൂടെയാണ്. HIS ആണ്. ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസിന്റെ അടി തൊട്ട് മേല് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ്? The major role of HIMS is to record information on health events and verify the quality of services at different level of health care. The importance of patient evaluation is a part of the concept of giving importance to patients' views in developing the quality of the health services. എന്താ പറയുന്നത്? പേഷ്യൻസിന്റെ ഇവന്റ്സ് അല്ലെ? ഹെൽത്ത് ഇവന്റ്സ്, പേഷ്യൻസിന്റെ സ്ഥിതികൾ, ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ വ്യൂസ് അല്ലെ? വ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യൂസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആശയങ്ങൾ അല്ലെ? അവരുടെ ആശയങ്ങളുണ്ടാവും. അപ്പൊ അവരുടെ ആശയങ്ങളും അവരുടെ ഇവന്റ്സ് ഇതൊക്കെ എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്? ഇതൊക്കെ എന്തിലുണ്ടാവും? ഈ HMS-ൽ ഉണ്ടാവും. എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പേഷ്യൻസിന്റെ ഹെൽത്ത് ഇവന്റ്സ്, ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയാണ്, അവരുടെ ആശയങ്ങൾ, ഇതൊക്കെ ഇതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. HIMS-ൽ ഉണ്ടാക്കും. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അത്. ഓക്കെ, പിന്നെന്താണ്? Hospital information system benefits include improving patient satisfaction, improved communication, greater provider sensitivity towards the patient, improved community awareness about the quality of services, and overall better use of service in the health system. എന്താണ്? ഈ HIS-ന് ബെനിഫിറ്റ്സ് ഉണ്ട്, കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ? ഇതൊക്കെയാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ? പിന്നെ എന്താണ്? നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? അവർക്ക് അവയർനെസ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ആണ് HIS പ്രൊവൈഡ് ചെയ്യുന്നത്. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആവുന്നുണ്ട്, അതുപോലെ അവർക്ക് കൂടുതൽ അവയർനെസ് ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ ഇത്രയും കാര്യങ്ങള്? ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം കേട്ടോ. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ is a digitalized system that helps in controlling the health information of patient in a health care quality. എന്താ പറയുന്നത്? ഈ HMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ ആ ഹെൽത്ത് കെയർ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ എന്താണ്? ഒരു ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം ആണ്. ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കൺട്രോളിംഗ് ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഓഫ് ദ പേഷ്യന്റ്. എന്താണ്? ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെ? പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? 3 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചോളൂ കേട്ടോ.
വായിച്ചു നോക്കിയോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലേ. ഇനി നോക്കിയേ, പിക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടോ? എന്താ കൊടുത്തിരിക്കുന്നത്? ഐ ഹോസ്പിറ്റൽ അല്ലെ, കണ്ണാശുപത്രിയിൽ പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് നമ്മൾ എവിടേക്കാ ചെല്ലാം? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എൻക്വയറി നടത്തും അല്ലെ, അതായത് റിസപ്ഷനിൽ പോകും. ഫസ്റ്റ് എവിടേക്ക് പോകുന്നു? എൻക്വയറിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് എങ്ങടെ പോണേ? രജിസ്ട്രേഷൻ ചെയ്യും അല്ലെ, നമ്മുടെ പേര് വിവരങ്ങള് എന്ത് ചെയ്യും? രജിസ്ട്രേഷൻ ചെയ്യും. അപ്പൊ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമ്മുടെ ID ക്രിയേറ്റ് ചെയ്യും. അവിടെ രജിസ്ട്രേഷൻ സമയത്ത് എന്താണ്? ID നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഫയല്, നമ്മുടെ ഫയൽ ചെയ്യും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ആയി പോകും. കിട്ടിയോ? ഇവിടെ നോക്കിക്കേ, മെഡിക്കൽ റെക്കോർഡ്സ് കണ്ടോ? ആദ്യം നമ്മള് എൻക്വയറിയിൽ പോകും, അവിടെ നിന്ന് രജിസ്ട്രേഷൻ ID ക്രിയേറ്റ് ചെയ്തതിലൂടെ പിന്നെ ഇങ്ങോട്ട് പോകും ഈ മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മളല്ല പോകുന്നത്, നമ്മുടെ ഫയൽസ് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ക്ലിയർ ആയോ? ഇനി നമ്മൾ പോകുന്നത് എവിടേക്കായിരിക്കും? ക്ലിനിക്കൽ എക്സാമിൻ അല്ലെ, എക്സാം. അവിടെ എവിടെയാണ്? ഡോക്ടേഴ്സ് പരിശോധിക്കുന്ന സ്ഥലം, അവിടേക്ക് നമ്മൾ പോകും. ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3 സ്ഥലത്തേക്കാണ് പോണത്. എങ്ങടാണ്? ഫസ്റ്റ് പോകുന്നത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടാവും. ചിലപ്പോ ഗ്ലാസ് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും മെഡിസിൻ വാങ്ങിക്കാനോ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ മെഡിസിൻ വാങ്ങിക്കാനാണെങ്കിൽ അവിടേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗ്ലാസ് വെക്കാനാണെങ്കിൽ അങ്ങനെ പോകുന്നു, ഇവിടേക്ക് പോകും. ഇനി എന്ത് ചെയ്യും? ഇനി ഞാൻ പറഞ്ഞു എന്താണ്? ക്ലിനിക്കൽ എക്സാമിനേഷൻ അല്ലെ, ഡോക്ടർ പരിശോധിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നമ്മൾ 3 സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പോയത് എവിടേക്കാണ്? മെഡിസിൻ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ എന്താണ് ഗ്ലാസ് വെക്കാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മള് ഗ്ലാസ് നോക്കുന്നു അല്ലെ. എന്നിട്ട് നമുക്ക് എന്താണ് എക്സിറ്റ് ആയി പോകാം. ഇനി ഡോക്ടർ പറയുകയാണ് താങ്കൾക്ക് സർജറി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എവിടേക്ക് പോകും? പേഷ്യന്റ് കൗൺസിലിംഗിൽ പോകും. പേഷ്യന്റ് കൗൺസിലിംഗിൽ പോയിട്ട് അവിടെ നിന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമുക്ക് ലഭിക്കും. എന്നിട്ട് നമ്മള് എന്തിലേക്ക് ചെല്ലും? വാർഡിലേക്ക് ചെല്ലും. അവിടെ നിന്ന് വാർഡിൽ നിന്ന് സർജറിക്ക് വേണ്ടിയിട്ട് നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു. ഇനി അതുമല്ല എന്താണ്? ഡോക്ടർ പറയുകയാണ് നിങ്ങൾ കുറച്ച് നാൾ അഡ്മിറ്റ് ആയി കിടക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോകും? നമ്മൾ വാർഡിലേക്ക് പോയിട്ട് അഡ്മിറ്റ് ആകും. 3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, പഠിച്ചു. ഓക്കെ ആണോ? ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. ഒന്നില്ലെങ്കിൽ കണ്ണട വാങ്ങിക്കാനായിട്ട് അല്ലെ, അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിക്കാനായിട്ട് പോകും. അല്ലെങ്കിൽ എന്താണ്? വാർഡിൽ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞാൽ അവിടെ പോയി അഡ്മിറ്റ് ആവും. അല്ലെങ്കിൽ സർജറി ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം പേഷ്യന്റ് കൗൺസിലിംഗിൽ പോയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്വീകരിച്ച് അതിനുശേഷം വാർഡിൽ പോയി അഡ്മിറ്റ് ആയി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകും സർജറിക്ക് വേണ്ടിയിട്ട്. ഇനി അതിനുശേഷം എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ നടത്തൂലെ. നമ്മള് കണ്ണ് നോക്കാനായിട്ട് പല ടെസ്റ്റുകൾ നമ്മൾ നടത്തൂലേ. അപ്പൊ നമ്മൾ എവിടേക്കാ പോവാ? ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകുന്നു, പല ടെസ്റ്റുകള് നടത്താൻ വേണ്ടിയിട്ട്. ഇനി എന്താണ്? ഇനി നമ്മൾ പോകുന്നത് ടെസ്റ്റുകളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം എന്താണ്? നമ്മൾ ക്യാഷ് അടച്ചിട്ടില്ലല്ലേ, ക്യാഷ് അടയ്ക്കാൻ പറയും നമ്മളോട്. എന്താണ്? ക്യാഷ് കൗണ്ടറിലോട്ട് പോകുന്നു. ഇനി ഇപ്പോ എന്താണ്? ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്താണ്? ക്യാഷ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് വഴി നമുക്ക് എന്താണ്? അവിടെ ക്യാഷ് ലഭിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അങ്ങനെ ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ക്യാഷ് അടയ്ക്കണം. എന്നിട്ട് എക്സിറ്റ് ആയി പോകാം. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. ആരെങ്കിലും ഒന്ന് വായിക്കോ? ഈ പാരഗ്രാഫ് ഫുള്ളും വായിക്കോ? ആരാ വായിക്കാം? എന്നിട്ട് മിസ് ചെറുതാക്കി പോയിന്റ്സ് പറഞ്ഞുതരാം. ഇതിലുള്ള പാരാവാരം വായിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചെറുതാക്കി പോയിന്റ്സ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും.
ആരെ വായിക്കാം? മ്യൂട്ട് മാറ്റിയല്ലോ മിസ്. ആരെ വായിക്കാം? വായിച്ചോ. സിയ വായിച്ചോ. Components of a hospital management system. First, appointment management. Managing appointments manually is not only monotonous but also increases the chance of making an error. Even in a recent study of 68% of patients said they were more inclined to choose a hospital where they could schedule, alter, or cancel appointments online. A hospital management system enables us to add a scheduling option to hospitals' websites so that patients can easily schedule an appointment. Once the patient has reserved an appointment, the hospital management system will match the patient's illness to the doctor's area of expertise. It will then allocate them to the next available specialist or the one they prefer. It also updates the available slots in real time to avoid any perplexity at the hospital. The next step in appointment booking is to gather medical documents. An HMS with a patient portal is used to collect documents and share the patient history with the doctors well in advance. If the patient requires help at his or her house, the system will verify the doctor's availability for the remote visit and assign accordingly. In this way, patients can create a easy and error-free process by digitizing the appointment reserving process. സിയ വായിച്ചപ്പോ പിടികിട്ടിയോ എന്താണെന്ന് കൊടുത്തിരിക്കുന്നത്? എന്തെങ്കിലും മനസ്സിലായ? ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് അല്ലെ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് ഒരാള് തനിച്ചാണ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നതെങ്കിൽ, ഇപ്പൊ ഓൺലൈൻ വഴിയാണല്ലേ നമ്മുടെ സിസ്റ്റങ്ങള് ഓൺലൈൻ വഴി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വഴി ചെയ്യുന്നതെങ്കിൽ എന്താണ് പല എറേഴ്സുകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ഒരാള് തനിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ എന്താണ് എറേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തയിടെ പഠനം നടത്തിയതിൽ വെച്ച് മനസ്സിലായ ഒരു കാര്യം എന്താണ്? 68% ആളുകൾ പോലും അവിടെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനോ അവരുടെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ, ഓൾട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റം വരുത്താനോ കഴിയുന്ന ഒരു ആശുപത്രിയാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഓൺലൈനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. ക്യാൻസൽ ചെയ്യാൻ പറ്റുക, മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ആശുപത്രിയാണ് ഒരു ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ്? ഇനി HMSന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ വെബ്സൈറ്റ് ഉണ്ട്. എന്ത് വെബ്സൈറ്റ് ആണ്? HMS എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ HAS എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. കമ്പോണൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള പാരഗ്രാഫ് വായിച്ചെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മലയാളത്തിൽ ചെറുതാക്കി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് HMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എല്ലാ ഹോസ്പിറ്റലും ഈ HIS അല്ലെങ്കിൽ HMS എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ എന്തുണ്ട്? സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിലൂടെയാണ് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഷെഡ്യൂളിങ് ചെയ്യാനായിട്ട് പറ്റും. വെബ്സൈറ്റിലേക്ക് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ചേർക്കാനായിട്ട് പറ്റും. അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം, അതുപോലെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ഓൾട്ടർ ചെയ്യാം, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പൊ എന്താണ്? ഇതുവഴി രോഗിക്ക് എളുപ്പത്തിൽ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ?
കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്താണ് അപ്പൊ എന്താണ് ഓൺലൈൻ വഴിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ രോഗികൾക്ക് എന്താണ് അവർക്ക് ഇഷ്ടമനുസരിച്ച് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാം. അതുപോലെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ഓർഡർ ചെയ്യണമെങ്കിൽ അല്ലെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെന്താണ് രോഗി ഒരു അപ്പോയിന്റ്മെന്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തില് രോഗിയുടെ രോഗത്തെ അതുമായിട്ട് കണക്ട് ചെയ്യുന്നു. എന്താ പറയുന്നത്? ഒരു രോഗി ഫീവർ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോ എന്താണ് ഈ സിസ്റ്റത്തിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് ഫിസിഷ്യനെ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ കണ്ടാൽ മതി ഫിസിഷ്യനെ കാണിക്കാം അല്ലെ. രോഗി പനിയായിട്ട് വരുമ്പോ എന്താണ് ആരെയെ കാണാൻ പറ്റാം? ഫിസിഷ്യനെ കാണാം. അപ്പൊ അതാണ് അതിലൂടെ നമുക്ക് ആ സിസ്റ്റത്തിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന രോഗി ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? സിസ്റ്റത്തിലൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റാം? കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുമ്പോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിട്ട് വരുമ്പോ ആരെയായിട്ട് കണക്ട് ചെയ്യാം? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? കണക്ഷൻ കിട്ടിയോ? ഓക്കെ, ഇനി എന്താണ്? ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താണ്? അറ്റ് എ ടൈം രോഗികള് അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പല വിധത്തില് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അറ്റ് എ ടൈമില് കുറെ രോഗികൾ വന്നിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഏത് ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ ഏത് ഡോക്ടറെ സെലക്ട് ചെയ്യണം എന്നൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എങ്ങനെയാണ് ഈ സിസ്റ്റത്തില് പല സ്ലോട്ടുകളായിട്ടാണ് അപ്പോയിന്റ്മെന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അറ്റ് എ ടൈമില് പല അല്ലെ കുറെ രോഗികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പല സ്ലോട്ടുകളായിട്ടാണ് അപ്പോയിന്റ്മെന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് രോഗിയുടെ റെക്കോർഡ് HMS യൂസ് ചെയ്യുന്നതുകൊണ്ട് കളക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ്? അപ്പോ ഒരു രോഗി വന്നു അപ്പോയിന്റ്മെന്റ് എടുത്തു അല്ലെ, അതിനുശേഷം രോഗിയുടെ റെക്കോർഡുകള് HMS യൂസ് ചെയ്തുകൊണ്ട് HMS സിസ്റ്റം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് കളക്ട് ചെയ്യുന്നു. അതുമായിട്ട് ഡോക്ടർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. രോഗിയുടെ റെക്കോർഡ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ചില ചില രോഗികൾക്ക് എന്തായിരിക്കും? ഇപ്പൊ വീൽ ചെയറിൽ കിടക്കുന്ന അല്ലെ സ്ട്രക്ചറിൽ കിടക്കുന്ന രോഗികൾ ഉണ്ടാവും. നടന്നു വരാൻ പറ്റാത്ത തളർവാദിയായിട്ടുള്ള രോഗികളൊക്കെ ഉണ്ടാവും. അവർക്ക് എന്താണ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടറെ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർമാരുടെ ലിസ്റ്റുകൾ ഉണ്ടാവും. ഈ സിസ്റ്റത്തില് ഡോക്ടർമാരുടെ ലിസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഏത് രോഗിക്കാണോ ഏത് ഡോക്ടറെ കാണേണ്ടത് അല്ലെങ്കിൽ ഏത് രോഗിക്ക് ഈ ഡോക്ടറെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡോക്ടറെ ഏത് രോഗിക്കാണോ ഡോക്ടറെ അത്യാവശ്യമായിട്ട് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്താണ് ഫീവർ ആയിട്ട് ഫിസിഷ്യനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഹൃദയസംബന്ധമായിട്ട് വരുന്ന രോഗിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തി ഡോക്ടേഴ്സിനെ കൊടുക്കാനായിട്ട് പറ്റും. തളർവാദ രോഗി അല്ലെങ്കിൽ എന്താണ് ഒരു പക്ഷേ തളർന്നു കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള രോഗികളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർമാരുടെ ലിസ്റ്റ് പ്രകാരം ലിസ്റ്റ് എടുത്തിട്ട് ഓരോ രോഗിക്കും ഓരോ ഡോക്ടർമാരെ ചുമതലപ്പെടുത്തി കൊടുക്കുന്നു. മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആയോ? ക്യാച്ച് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ കാര്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ നിങ്ങള്?
നെക്സ്റ്റ് കമ്പോണന്റ് കൂടി എടുക്കണോ? പറയാനായിട്ട് ടൈം ചിലപ്പോൾ ഉണ്ടാവില്ല. എടുക്കണോ? ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? സ്റ്റോപ്പ് ചെയ്യണോ ഇവിടെ? സ്റ്റോപ്പ് ചെയ്യാം നമുക്കൊന്ന്. ഓക്കെ ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ഒന്നും കൂടി റിവൈസ് ചെയ്താലോ? എടുക്കണോ? ഓക്കെ. ചിലർക്കൊക്കെ മടുത്തു തുടങ്ങി അല്ലേ? ഷോർട്ടാക്കി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അത് പറഞ്ഞാൽ ചിലപ്പോ ഇത്രയും ടൈം കുറവല്ലേ? ഇപ്പൊ 3:20 ആയില്ലേ? ഷോർട്ടാക്കി പറഞ്ഞുതരാം, എല്ലാ കാര്യങ്ങളും ഷോർട്ടാക്കി പറഞ്ഞുതരാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയാ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇത്ര വരെ വായിച്ചിട്ട് വരുമോ എന്നാ? ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉണ്ടോ മക്കളെ? ഓക്കെ ആണോ നിങ്ങള്? ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണോ? ഇനി പറയണോ മിസ്? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ ഇത്തിരി സ്പീഡായിട്ട് എടുക്കണം. ഓക്കെ, ചാപ്റ്റർ തീരാനായിട്ട് ഇത്തിരി അടുത്ത ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, താങ്ക് യു.